അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് അനാലിസിസ് ഓഫ് ആൻ അൽഗോറിതം. ഒരു അൽഗോറിതം എങ്ങനെയാണ് നല്ലത് എന്നുള്ളത് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതിന് ബേസിക്കലി നമുക്ക് 5 ക്രൈറ്റീരിയസ് ആണ്, അല്ലെങ്കിൽ 5 കാര്യങ്ങളിലാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആദ്യത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ്നെസ് എന്ന് പറയുമ്പോഴത്തേനും എന്താണ്, ആംബിഗ്വിറ്റി അവോയ്ഡ് ചെയ്യണം. അതുപോലെ തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ടിൻ്റെ വാല്യൂസ് അത് കറക്റ്റായിരിക്കണം, നമ്മൾ വിചാരിക്കുന്ന ആ ഒരു അളവിൽ തന്നെ അത് നിൽക്കണം. ഈ ഒരു എക്സിക്യൂഷൻ ടൈമാണ് നമ്മുടെ രണ്ടാമത്തേത്. ഇതിനെ നമ്മൾ ടൈം കോംപ്ലക്സിറ്റി എന്നും കൂടി നമ്മൾ വിശേഷിപ്പിക്കും. ടൈം കോംപ്ലക്സിറ്റി, ഒരു പ്രോഗ്രാമിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു മോഡ്യൂളിൽ ലേറ്റർ നമ്മൾ പഠിക്കുന്നതായിരിക്കും. amount of memory is nothing but space complexity. ഇതും നമ്മൾ ലേറ്റർ ഈ ഒരു മോഡ്യൂളിൽ തന്നെ നമ്മൾ പഠിക്കുന്നതായിരിക്കും. സിംപ്ലിസിറ്റി ആൻഡ് ക്ലാരിറ്റി അഗെയിൻ ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സ് ആവണം എന്നാണ്, ആംബിഗ്വിറ്റി ഒഴിവാക്കണം എന്നുള്ളതാണ്. ഒപ്റ്റിമാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഏതൊരു അൽഗോരിതം എടുത്തു കഴിഞ്ഞാലും നമുക്ക് 3 സിനാരിയോസ് ആണ് വരുന്നത്. നമുക്ക് ബെസ്റ്റ് കേസ് സിനാരിയോ, ആവറേജ് കേസ് സിനാരിയോ ആൻഡ് വേഴ്സ്റ്റ് കേസ് സിനാരിയോ. ഈ 3 സിനാരിയോസും നമുക്ക് വരും. ഈ ഒരു 3 സിനാരിയോസിനനുസരിച്ച് ആണ് നമ്മൾ ഒപ്റ്റിമാലിറ്റി ചൂസ് ചെയ്യുന്നത്. ഏറ്റവും ബെസ്റ്റ് കേസ് സിനാരിയോസ്, വേഴ്സ്റ്റ് കേസ് സിനാരിയും ആവറേജ് കേസ് സിനാരിയും എല്ലാം നമ്മൾ ബാലൻസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മളുടെ അൽഗോരിതം എഴുതുന്നത്. അതിനെയാണ് ഒപ്റ്റിമാലിറ്റി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഇവിടെ ഒരു അൽഗോരിതത്തിനെ എങ്ങനെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത് എന്ന് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. ആദ്യമേ ഒരു അൽഗോരിതം ഞാൻ എടുക്കുന്നു. ആ ഒരു അൽഗോരിതത്തിൽ ലെറ്റ് us assume that more than one operations ആണ്. ഞാൻ ഈ ഒരു അൽഗോരിതം തന്നെ നമുക്ക് എടുക്കാം. ഇവിടെ ആദ്യത്തെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു എൻ്റർ നമ്പർ. അപ്പോൾ ആ ഒരു നമ്പറിനെ ഫെച്ച് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓപ്പറേഷൻ. അത് കഴിഞ്ഞ് അഡീഷനാണ് സെക്കൻഡ് ഓപ്പറേഷൻ. ഡിസ്പ്ലേയിങ് ദി റിസൾട്ടാണ് തേർഡ് ഓപ്പറേഷൻ. ഓക്കെ, ഇവിടെ ഞാൻ എന്താണ് ചെയ്യുന്നത്, ആദ്യമേ ഓരോ ഇൻഡിവിജ്വൽ ഓപ്പറേഷൻസിനെ നമ്മൾ മനസ്സിലാക്കുന്നു. ആ ഒരു ഇൻഡിവിജ്വൽ ഓപ്പറേഷൻസിനെ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഓരോന്നിൻ്റെയും ഫ്രീക്വൻസി ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ഓരോന്നിനും എത്രമാത്രം സമയമാണ് എടുക്കുന്നതെന്നോ എത്രമാത്രം സ്പേസ് ആണ് എടുക്കുന്നത് എന്നുള്ളത് ഞാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. സോ ഇൻഡിവിജ്വലി ഞാനിവരെ അനലൈസ് ചെയ്യുന്നു. ഇതുപോലെ എല്ലാ ഓപ്പറേഷൻ, ഇപ്പോൾ ഇവിടെ ഞാൻ 3 ഓപ്പറേഷൻസ് ആണ് പറഞ്ഞത്. ഈ 3 ഓപ്പറേഷൻസിനെ ഞാൻ ഇൻഡിവിജ്വലി അനലൈസ് ചെയ്തിട്ട് എല്ലാവരുടെയും റണ്ണിങ് ടൈം ഞാൻ വിത്ത് റെസ്പെക്ട് ടു ടൈം കോംപ്ലക്സിറ്റിയാണ് ഞാൻ പറയുന്നുണ്ടെങ്കിൽ വേറെ റണ്ണിങ് ടൈം ഞാൻ എടുത്തു. എന്നിട്ട് ഇതെല്ലാം കൂടെ ഞാൻ ആഡ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ടോട്ടൽ ടൈം കോംപ്ലക്സിറ്റി കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് എനിക്ക് മനസ്സിലാവും ഈ ഒരു അൽഗോരിതത്തിൻ്റെ ടോട്ടൽ റണ്ണിങ് ടൈം എത്രയെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഓരോ മോഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം ഇത് ഏത് അപ്രോച്ചാണെന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ. നമ്മൾ ഒരു എലിമെൻറ്റിനെ അനലൈസ് ചെയ്യുമ്പോഴത്തേനും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എൻറ്റിറ്റിനെ അനലൈസ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് 2 രീതിക്കുള്ള അനാലിസിസ് ചെയ്യാം. പ്രയറി അനാലിസിസ് ചെയ്യാം ആൻഡ് പോസ്റ്റീരിയറി അനാലിസിസ് ചെയ്യാം. എന്ന് ഞാൻ പറയുന്നത് തെറ്റാണ്, വേർഡ് പ്രൊണൗൺസിയേഷൻ തെറ്റാണെന്നുണ്ടെങ്കിൽ പ്ലീസ് കൈൻഡ്ലി എക്സ്ക്യൂസ്. പ്രയറി എന്ന് പറയുന്നത് ബിഫോർ. നമ്മളൊരു അൽഗോരിതം ഒരു സിസ്റ്റത്തിൽ റണ്ണ് ചെയ്യുന്നതിന് മുൻപായിട്ട്, ബിഫോറായിട്ട് നമ്മൾ ചെയ്യുന്നതിനെയാണ് പ്രയറി എന്ന് പറയുന്നത്. പോസ്റ്റീരിയർ എന്ന് പറയുമ്പോഴത്തേനും ആഫ്റ്റർ റണ്ണിങ് ദ പ്രോഗ്രാം. അപ്പം ആ ഒരു അൽഗോരിതം ആഫ്റ്റർ റണ്ണിങ് ദ പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നതിനെയാണ് പോസ്റ്റീരിയർ എന്ന് പറയുന്നത്. ഇവിടെ ഫസ്റ്റ് ഹാർഡ്വെയർ ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, കാരണം ഈ ഒരു അനാലിസിസ് പ്രയർ എന്ന് പറഞ്ഞാൽ ബിഫോർ റണ്ണിങ് ഇൻ ടു ദി സിസ്റ്റം നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് ഒരു അപ്രോക്സിമേഷൻ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ടൈം കോംപ്ലക്സിറ്റി, അല്ലെങ്കിൽ ടൈം കോംപ്ലക്സിറ്റി TC, സ്പേസ് കോംപ്ലക്സിറ്റി എന്നീ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അപ്പം ഇതൊക്കെ നമ്മൾ ആ ഒരു സിസ്റ്റത്തിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന മുമ്പായിരിക്കും. അതുകൊണ്ട് തന്നെ ഹാർഡ്വെയർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട്, അതുകൊണ്ട് തന്നെ ഇത് ഹാർഡ്വെയർ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, ഇത് ഹാർഡ്വെയർ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ഇനി ആഫ്റ്റർ റണ്ണിങ് ദ പ്രോഗ്രാം വൈ ഇസ് ഇറ്റ് ഹാർഡ്വെയർ ഡിപ്പെൻഡൻ്റ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ പ്രൊസസ്സറിനെ അനലൈസ് ചെയ്യും, പിന്നെ നമ്മൾ കമ്പൈലറിനെ അനലൈസ് ചെയ്യും. അങ്ങനെ ഒരു പെർഫോമൻസ് മെഷറാണ് ഇവിടെ നടക്കുന്നത്, മെഷർമെൻ്റാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു അപ്രോക്സിമേഷനാണ് നടക്കുന്നത്.
ഓക്കെ, അപ്പം ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ ഡിഫറൻസ്. പ്രയോറി എന്ന് പറയുമ്പോഴത്തേനും നമ്മളൊരു അൽഗോരിതം സിസ്റ്റത്തിന് റൺ ചെയ്യുന്നതിന് മുൻപുള്ള എസ്റ്റിമേഷനാണ്. ഓക്കെ, ഇത് ഞാൻ റൺ ചെയ്യുന്നതിന് മുമ്പ് ഇത്രയും ടൈം എടുക്കും, ഓക്കെ ഇത്രയും സ്പേസ് എടുക്കുമായിരിക്കും. നമ്മൾക്കറിയാവുന്നൊരു സെറ്റ് ഓഫ് റൂൾസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മളൊരു അനാലിസിസ് നടത്തുന്നത്. ഇത് റൺ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നോക്കുവാണ്. റൺ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോഴത്തേനും ഓക്കെ പ്രൊസസ്സറിൻ്റെ കേപ്പബിലിറ്റി അനുസരിച്ചോ കമ്പൈലറിൻ്റെ കേപ്പബിലിറ്റി അനുസരിച്ചോ ഈ ഒരു അനാലിസിസ് ചിലപ്പോൾ കൂടുകയോ കുറയോ ഒക്കെ ചെയ്തേക്കാം. അപ്പം അതിനനുസരിച്ച് നമ്മൾക്ക് പെർഫോമൻസിൻ്റെ മെഷർമെൻറ്റ് എക്സാക്റ്റ് ആയിട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. അതാണ് പ്രയറി ആൻഡ് പോസ്റ്റീരിയറി അനാലിസിസ്. പ്രയറിന് നമ്മൾ ആബ്സല്യൂട്ട് അനാലിസിസ് എന്നും പോസ്റ്റീരിയറിനെ റിലേറ്റീവ് അനാലിസിസ് എന്നും നമ്മൾ വിശേഷിപ്പിക്കും. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് പെർഫോമൻസ് അനാലിസിസ് ആണ്. പെർഫോമൻസ് അനാലിസിസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കൊരു അൽഗോരിതത്തിനെ ജഡ്ജ് ചെയ്യണം. ഞാനിപ്പോൾ ഒരു അൽഗോരിതം എഴുതി, ആ ഒരു അൽഗോരിതം എത്ര നന്നായിട്ടാണ് പെർഫോം ചെയ്യുന്നത് എന്നെനിക്ക് ജഡ്ജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്കതിൻ്റെ പെർഫോമൻസ് അനലൈസ് ചെയ്യണം. ഈ പെർഫോമൻസ് അനലൈസ് ചെയ്യാനായിട്ട് എനിക്ക് ചിലപ്പോൾ എൻ്റെ റിസോഴ്സസ്, എൻ്റെ കയ്യിൽ എന്തുമാത്രം ടൈം ഉണ്ട്, എന്തുമാത്രം സ്പേസ് യൂസ് ചെയ്യുന്നുണ്ട് എന്നീ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് എനിക്ക് ആ ഒരു അൽഗോരിതം എത്രമാത്രം ബെനിഫിഷ്യൽ ആണെന്നോ അല്ലെന്നോ എനിക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു പെർഫോമൻസ് അനാലിസിസിനെ ഞാൻ വേറൊരു രീതിക്ക് റെപ്രസെൻറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു സിറ്റി, ഫോർ എക്സാമ്പിൾ എനിക്ക് കൊച്ചിയിൽ നിന്ന് എനിക്ക് കോട്ടയത്തോട്ട് പോകണം. ഓക്കെ, എനിക്കിതിന് 3 വേസ് ഉണ്ട്. ആദ്യത്തെ എന്ന് പറയുന്നത് എനിക്ക് ബൈക്കിൽ പോകാം. ബൈക്കിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പം ലെറ്റ്സ് അസ്യൂം 3 hours എടുക്കും. ഓക്കെ, അല്ലെങ്കിൽ 3 hours എടുക്കും. ഇനി ബൈക്കല്ലാണ്ട് ഞാനിപ്പോൾ കാറിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ 2.5 hours എടുക്കത്തുള്ളൂ. ബസ് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് 3.5 hours അല്ലെങ്കിൽ 4 hours എടുക്കുമെന്ന് വിചാരിക്കാം. ഇവിടെ ഞാനിപ്പം ഈ ഒരു പാത്ത്, എനിക്കിവിടെ 3 ഓപ്ഷൻസ് ആണുള്ളത്. ഈ ബൈക്ക്, കാറ്, ബസ്, ഇത് ഓരോന്നും നിങ്ങൾ ഓരോ അൽഗോരിതംസ് ആയിട്ട് നോക്കണം. ഇപ്പം എനിക്കൊരു ഇൻപുട്ട് ഉണ്ട്, എനിക്കതിൽ നിന്നും ഒരു ഔട്ട്പുട്ട് കിട്ടണം. ഇവിടെ നമുക്ക് പല മെഷേഴ്സ് യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യമേ എനിക്ക് ടൈം യൂസ് ചെയ്തെന്നുണ്ടെങ്കിൽ ഏതാണ് ബെസ്റ്റ് ഓപ്ഷൻ? എനിക്ക് കാറിന് പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ഇത് ഞാൻ ജസ്റ്റ് അസ്യൂം ചെയ്യുകയാണ്, ഇത് എക്സാക്റ്റ് കാര്യങ്ങളൊന്നുമല്ല, ജസ്റ്റ് അസ്യൂം ചെയ്യാം. ഇപ്പം എനിക്ക് കോസ്റ്റാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് ബസ്സിൻ്റെ കോസ്റ്റാണ് ഏറ്റവും ലാഭം. അപ്പം അങ്ങനെ നമുക്ക് പല ക്രൈറ്റീരിയാസ് ഉണ്ടാവും. അപ്പം ഇങ്ങനെ എല്ലാ ക്രൈറ്റീരിയാസ് അനലൈസ് ചെയ്ത് നമുക്കൊരു ഫൈനൽ വിന്നർ കാണും, അല്ലെ ഏതാണ് ബെസ്റ്റ് ഓപ്ഷൻ ടു ഗോ ഫ്രം കൊച്ചി ടു കോട്ടയം. ഈ ഒരു സംഭവം തന്നെയാണ് നമ്മൾ പെർഫോമൻസ് അനാലിസിസിൽ ചെയ്യുന്നത്. നമ്മളൊരു അൽഗോരിതത്തിനെ ജഡ്ജ് ചെയ്യുമ്പോഴത്തേനും അതിന് ഫസ്റ്റ് തിങ് പ്രോബ്ലം സോൾവ് ചെയ്യണം, അത് തീർച്ചയായിട്ടും വേണം. രണ്ടാമത്തെ കാര്യം, പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളുടെ റിക്വയർമെൻറ്റ്സിനനുസരിച്ച് എന്തുമാത്രം റിസോഴ്സസ് ആണ് യൂട്ടിലൈസ് ചെയ്യുന്നത്, മെമ്മറി ആയിക്കോട്ടെ, അതിൻ്റെ എക്സിക്യൂഷൻ സ്പീഡ് ആയിക്കോട്ടെ, എന്തുമാത്രം ഒരു മനുഷ്യനിപ്പം ആ ഒരു അൽഗോരിതം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നീ കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ കുറച്ച് സെറ്റ് ഓഫ് പാരാമീറ്റേഴ്സുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈച്ച് ഓഫ് ദി അൽഗോരിതംസ് അനലൈസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു അൽഗോരിതംസിന് അതിൻ്റെ പെർഫോമൻസ് ഈ കുറച്ച് എലമെൻറ്റ്സിലായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, വെദർ ദി അൽഗോരിതം ഇസ് പ്രൊവൈഡിങ് എൻ എക്സാക്ട് സൊല്യൂഷൻ ടു ദ പ്രോബ്ലം. നമ്മൾ എന്തിനാണ് ആ ഒരു അൽഗോരിതം എഴുതുന്നത്? നമുക്ക് ഇൻപുട്ട് ടു ഔട്ട്പുട്ട് മാപ്പ് ചെയ്യാനായിട്ടാണ്, അല്ലേ? അപ്പോൾ ഈ ഒരു ഇൻപുട്ട് ടു ഔട്ട്പുട്ട് നമ്മൾ മാപ്പ് ചെയ്യുമ്പോഴത്തേനും ആ ഒരു സൊല്യൂഷൻ, ഞാനിപ്പോൾ ഈ ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ 2 കൊടുത്തു, 3 കൊടുത്തു, എനിക്ക് ഫൈനൽ ആൻസർ 5 കിട്ടണം. ഇപ്പം എനിക്കൊരു അൽഗോരിതം ഉണ്ട്, അത് സ്പേസ് ഓക്കെയാണ്, ടൈം ഓക്കെയാണ്, എല്ലാം അടിപൊളിയാണ്. പക്ഷേ ഞാൻ 2ഉം 3ഉം കൊടുക്കുമ്പോഴത്തേനും അഡീഷൻ ആണെന്ന് വിചാരിക്കാം കേട്ടോ, അഡീഷൻ ആണ് കൊടുക്കുമ്പോഴത്തേനും എനിക്ക് ആൻസർ 7 ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇല്ല. അപ്പം അതിൻ്റെ കോർ ഫംഗ്ഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് നമ്മളൊരു പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എക്സാക്ട് സൊല്യൂഷൻ ഇതിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കണം. ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആയിരിക്കണം. വെദർ ഇസ് ഇറ്റ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ഓർ നോട്ട് എന്നുള്ളത് അവരവിടെ ജഡ്ജ് ചെയ്യും. ഈസി ടു ഇംപ്ലിമെൻ്റ് ആണോ അല്ലയോ എന്നുള്ളത് അവർ ജഡ്ജ് ചെയ്യും. എത്രമാത്രം സ്പേസും മെമ്മറിയുമാണ് ഇത് കൺസ്യൂം ചെയ്യുന്നതെന്നുള്ളത് ശ്രദ്ധിക്കും. അതുപോലെ തന്നെ എന്തുമാത്രം ടൈമാണ് എടുക്കുന്നത് ടു സോൾവ് ദ പ്രോബ്ലം. റിസൾട്ട് നമ്മളിപ്പം ഒരു യൂസർ ഇൻപുട്ട് കൊടുത്തു, ഇപ്പം അഡീഷൻ ആണെങ്കിൽ ഇപ്പം ഞാൻ 2ഉം 3ഉം കൊടുത്തിട്ട് ഹൗ മച്ച് ടൈം വിൽ ഇറ്റ് ടേക്ക് ഫോർ മീ ടു ഗെറ്റ് മൈ ഫൈനൽ ആൻസർ 5. ഓക്കെ, അതാണ് ദ ടൈം ദാറ്റ് ഇറ്റ് ടേക്സ് ടു സോൾവ് ദ പ്രോബ്ലം. ഈ പെർഫോമൻസ് അനാലിസിസ്, അപ്പോൾ ഇത്രയും മെഷേഴ്സ്, അപ്പോൾ ഇത്രയും ക്രൈറ്റീരിയാസ് നമുക്ക് പ്രൈമറി ആയിട്ട് 2 കാര്യങ്ങൾ വെച്ച് നമുക്ക് മെൻഷൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമുക്കതിനെ മെഷർ ചെയ്യാനായിട്ട് സാധിക്കും.
ഫസ്റ്റ് വൺ ഇസ് കോൾഡ് സ്പേസ് കോംപ്ലക്സിറ്റി. സ്പേസ് കോംപ്ലക്സിറ്റിയോട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വാട്ട് ഈസ് ദ സ്പേസ് റിക്വയർഡ് ടു കംപ്ലീറ്റ് ദ ടാസ്കിനെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സ്പേസിനെയാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പം അതിനെ എഗെയിൻ നമുക്ക് അതിൻ്റെ പ്രോഗ്രാം സ്പേസ് ആയിരിക്കും, ഡേറ്റ സ്പേസ് രണ്ടാണ് നമുക്ക് അതിലോട്ട് വരാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്തതുള്ളത് ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് ദ ടാസ്ക്. സ്പേസ് ആൻഡ് ടൈമാണ് നമ്മൾ പെർഫോമൻസ് അനാലിസിസിനെ പറ്റി പറയുമ്പോഴത്തേനുമുള്ള രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, സ്പേസ് റിക്വയർമെൻറ്റ് ആസ് വെൽ എസ് ടൈം റിക്വയർമെൻറ്റ്. ഇപ്പം ടൈം റിക്വയർമെൻറ്റ് നമ്മൾ ടൈം കോംപ്ലക്സിറ്റി എന്ന് വിശേഷിപ്പിക്കും. എന്തുമാത്രം സമയം കൊണ്ടാണ് എനിക്ക് ആ ഒരു ടാസ്ക്, ആ ഒരു അൽഗോരിതം കംപ്ലീറ്റ് ചെയ്ത് തരുന്നത്.